ഹരി ഓം. 88ാമത്തെ ശ്ലോകം. ഇനി 88ാമത്തെ ശ്ലോകത്തിലും പൊതുവെ കവികൾ വാഴ്ത്തുന്ന അല്ലെങ്കിൽ ഈ വശിന്യാദി വാഗ്ദേവതമാർ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവിയുടെ പാദവർണ്ണനയിൽ ചെയ്ത ഒരു അനൗചിത്യത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം ദേവിയുടെ പുറവടി കാലിന്റെ മുകൾ ഭാഗം കുറച്ച് ഉയർന്ന ആകൃതിയിലാണ്. അതാണ് സൗന്ദര്യ ലക്ഷണം. അപ്പോൾ പ്രമദം എന്നാൽ പുറവടി. ആ പുറവടികളുടെ ആകൃതി എങ്ങനെയാണ്? കൂർമ്മപൃഷ്ഠം, കൂർമ്മത്തിന്റെ ആമയുടെ പൃഷ്ഠഭാഗത്തെ ജയിക്കുന്നതാണ് ദേവിയുടെ പ്രപദം, പുറവടി. അങ്ങനെയുള്ള പ്രപദത്തോട് അന്യത കൂടിയവളെ എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. പക്ഷെ ആചാര്യസ്വാമികൾക്ക് അതങ്ങോട്ട് രസിക്കുന്നില്ല എന്നാണ്. കാരണം എന്തൊരു മാർദ്ദവമാണ് ദേവിയുടെ പാദങ്ങൾക്ക്. ആ മൃദുലമായ പാദങ്ങളെ പാറക്കല്ല് പോലെ ഉറപ്പുള്ള ആമയുടെ പുറംഭാഗത്തോട് എങ്ങനെ ഉപമിക്കും? അതാണ് 88ാമത്തെ ശ്ലോകത്തിൽ. പദം തേ കീർത്തീനാം പ്രപദം അപദം ദേവി വിപദാം കഥം നീതം സദ്ഭിഹി കഠിന കമഠീകർപ്പരതുലാം കഥം വാ ബാഹുഭ്യാം ഉപയമനകാലേ പുരഭിത യത് ആദായ ന്യസ്തം ദൃശതി ദയമാനേന മനസാ. പദം തേ കീർത്തീനാം പ്രപദമപദം ദേവി വിപതാം കഥം നീതം സദ്ഭിഹി കഠിന കമഠീകർപ്പരതുലാം കഥം വാ ബാഹുഭ്യാം ഉപയമനകാലേ പുരഭിത യഥാദായൻ ന്യസ്തം ദൃശതി ദയമാനേന മനസ. ഹേ ദേവി, അല്ലയോ ദേവി, അങ്ങയുടെ പുറവടിവ്, പാദത്തിന്റെ ആ മുകൾ ഭാഗം, അത് കീർത്തീനാം പദം, തൻ്റെ ഭക്തന്മാർക്ക് കീർത്തിയെ കൊടുക്കുന്ന പദമാണ്, സ്ഥാനമാണ്. അത് വിപദാം, വിപത്തുക്കൾക്ക് അപദം, സ്ഥാനമല്ല. ദേവിയെ ശരണം പ്രാപിച്ചാൽ ദേവിയുടെ പാതാരവിന്ദങ്ങളെ അങ്ങനെയേ പറയാൻ പാടുള്ളൂ. അങ്ങനെ ശരണം പ്രാപിച്ചാൽ യശസ്സിനൊരു കുറവും ഉണ്ടാവുകയില്ല എന്നാണ്. അവർക്കൊരു ആപത്തും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആ ദേവിയുടെ ആ പുറവടികളെ സദ്ഭിഹി, കവിശ്രേഷ്ഠന്മാരൊക്കെ തന്നെ ഞാൻ സമ്മതിക്കുന്നു. എന്താണ്? വസന്യാദി വാഗ്ദേവതമാർ ഒട്ടും മോശക്കാരല്ല. പക്ഷെ എന്നാലും കഠിന കമഠീകർപ്പുരതുലാം, അത്രയും കഠിനമായ കമഠി, ആമയുടെ കർപ്പരം, പുറന്തോടിനോട് തുലനം ചെയ്തത് കഥം നീതം, അതെങ്ങനെ ശരിയാകും ദേവി? അവർക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ് ആചാര്യസ്വാമികൾക്ക് അതിശയം. അവർ ദേവിയുടെ പാദങ്ങളെ ശരിക്കും കണ്ടിട്ടില്ലേ? അത്രയും മൃദുലമായ പാദങ്ങളെ ആമയുടെ പരുവരുത്ത പുറന്തോടിനോടൊക്കെ വർണ്ണിക്കുക എന്ന് വെച്ചാൽ ആകൃതിയിലാണ്. എന്നാൽ പോലും ചെറിയൊരു തുലനമൊക്കെ വേണ്ടേ എന്നാണ് ആചാര്യസ്വാമികൾ ചോദിക്കുന്നത്. ഇനി അത് പോട്ടെ, ഈ വിവാഹവേളയിൽ ഇപ്പോഴും ചില സമുദായങ്ങൾക്കിടയിൽ, നമ്പൂതിരിമാരുടെ വിവാഹത്തിലൊക്കെ വരൻ വധുവിന്റെ പാദം അമ്മിക്കല്ലിന്മേൽ ഉയർത്തി വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. അസ്മാരോഹണം എന്നാണ് അതിന്, ആ ചടങ്ങിന് പേര്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട സമയത്ത് പരമശിവൻ അവരുടെ വിവാഹ സമയത്തും അത്രയും മൃദുലമായ പാദങ്ങളെ അമ്മിക്കല്ലിന്മേൽ, എന്തായാലും ഒരു കല്ലിന്മേൽ വച്ചല്ലേ അതെങ്ങനെ സാധിക്കുമെന്നതാണ് ചോദിക്കുന്നത്. പുരഭിത് പരമശിവനാൽ ദേവിയെ വിവാഹം ചെയ്ത സമയത്ത് ഭഗവാന്റെ ബാഹുഭ്യാം, കൈകൾ കൊണ്ട് ഞാൻ കേട്ടത് പരമശിവൻ നല്ല ദയയുള്ള ആളാണെന്നാണ്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക്